ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലൂടെ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാമേ. എടുക്ക്. ഇവിടുത്തെ ട്യൂബ് മങ്ങിയ കത്തുന്നതേ, അതിനി മാറയിടാനായിട്ട് തുടങ്ങാം. കസാര കുഴപ്പമുണ്ടോ? അതിൻ്റെ അങ്ങേയറ്റത്തും ഇങ്ങേയറ്റത്തും കൂടെ ആയിട്ട് ചവിട്ട്. പിന്നെ മറ്റേ ഇത് ഓഫ് ചെയ്യണോ? മെയിൻ ഓഫ് ചെയ്യണോ? ഇങ്ങനെ സെറ്റായിട്ടാണോ മേടിക്കുന്നേ? ഇതിപ്പോ ഇങ്ങനത്തെ ട്യൂബാണല്ലോ ഇപ്പൊ. അതെ, ഇറത്തടിക്കല്ലേ. ഇത് നമ്മൾ മാറിയിട്ടേ ഇല്ലേ? പിടിച്ച് വലിക്കാൻ അതിന് വെള്ളോട്ട് വരുമായിരിക്കും. അത്രയും പോരെ? ആണ്ടെ, അതിനങ്ങനെ തുണിയോ? അച്ഛൻ ആ ഒരു തുണി എടുത്തു കൊടുത്ത് അപ്പുറത്തെ അടുക്കളയിലുണ്ട്. ബാത്റൂമുണ്ട്. അതുപോലെ തന്നെ ആ ഹോളിയും വെല്ലിൻ്റെയും കൂടെ അവിട്ടൊന്ന് സെറ്റാക്കി വെക്കണം. തൂങ്ങിക്കിടക്കും അത്. സെറ്റായോ? ഇൻസുലേഷൻ ടേപ്പ് എന്തിരി? അത് ഇച്ചിരി ഒന്ന് മുറിച്ചു കൊടുക്ക്. വെട്ടമായി, നല്ല വെട്ടമായി ഇപ്പം. അത് ഇവളാ അന്നേരം ഫിറ്റ് ചെയ്യണ്ടെന്നും പറഞ്ഞിടന്ന് ആണ്. എൻ്റെ അച്ഛൻ ചില സമയത്ത് അത് ഇടുമ്പം കത്തുന്നുണ്ട്, ചില സമയത്ത് ഇടുമ്പോൾ അത് കത്തുകല. അപ്പം പിന്നെ അത് പോയി. അത്യാവശ്യം വെട്ടം വേണ്ട സമയത്ത് ഇരുട്ടത്തിരിക്കാം. എൻ്റെ മന്ദബുദ്ധി ഇത് മേടിച്ചു. ഇനി നമ്മളെ മേടിച്ച ദിവസം മുതൽ അതിന് 1 വർഷത്തെ ഗ്യാരണ്ടിയേ ഉള്ളൂ. അത് നമ്മൾ ഉപയോഗിച്ചാൽ ഉപയോഗിച്ചില്ലേലും. എടി, മന്ദബുദ്ധി കടയിൽ നിന്ന് മേടിക്കുന്ന ഡേറ്റ് അല്ലേ അവർ തരുന്നത്? അല്ല, നമ്മുടെ വീട്ടിൽ ഇത് ഫിറ്റ് ചെയ്യുന്ന ഡേറ്റ് അല്ല അവർ തരുന്നത്. ഇപ്പോഴേ എന്നതാ ചെയ്യേണ്ട പാച്ചട്ടാ? നമ്മുടെ ആണോ ഇത്? ഇല്ലില്ലില്ല, ഈ പൊട്ടത്തിന് ഇതിന്റെ പാത്രം അതും കൂടെ കസാര ഇച്ചിരി നീക്കണം. അങ്ങോട്ട് എത്തുവോ? കൈ എത്തുവോ? ഇങ്ങനെ എനിക്കൊന്ന് ഇവര് ചുക്കില് വെക്കുമ്പോ തട്ടി താഴെ കളയുന്നെന്ന് തോന്നുന്നു. എന്നോണ്ടല്ല കൊച്ചിന്റെ തല വെച്ചോളും വഴി പൊടി. നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇത് കണ്ട. ഞാൻ ഇന്നലെ വീഡിയോ പറഞ്ഞിട്ടായിരുന്നു. ചപ്പാത്തി ഇതുണ്ട്, ഇന്നും അതുപോലെ തന്നെ ഉണ്ടാക്കി. ഇതുണ്ട്, തളതളാന്ന് കിടക്കുന്നുണ്ട്, കട്ടിയാകത്തില്ല. ചപ്പാത്തിയും മീൻകറിയാണേ. ഇന്നലത്തെ മീൻകറി ഇരിപ്പുണ്ടായിരുന്നു. ഇപ്പം കണ്ണൻ കഴിച്ചിട്ട് പോയി. കണ്ണൻ ഇന്ന് ക്ലാസ് ഉണ്ട്. ഇനിയിപ്പം ഞങ്ങൾ കഴിക്കാനായിട്ട് തുടങ്ങുവാണ്. നമ്മുടെ അല്ല കേട്ടോ, തൊട്ടടുത്ത വീട്ടിലെ റംബുട്ടാനൊക്കെ പഴുത്തു തുടങ്ങി. കണ്ടോ? സ്കൂള് വിട്ട് വന്നു, ആ ബാഗ് റിമോട്ട് വന്നതേ കയ്യിലെടുത്തു. ഇതിന്റെ സംഭവം പുതിയതോ? അച്ചുവേ, പുതിയ ലവ് ലെറ്റർ എന്ന്. നിനക്ക് ഇതിനെ നേരമുള്ളൂ. ഇതാരടാ നിനക്ക് തന്നത്? ഇതാ കയ്യക്ഷരം തന്നെയാണല്ലോ ഇതും. ഈ സായം തിയേറ്ററിനെ കൊണ്ട് ഞാൻ മടുത്ത്. അച്ചു പാടി പുതിയ ലവ് ലെറ്റർ വന്നിട്ടുണ്ട്. ആ ലൈറ്റ് ഇട, ആ ലൈറ്റ് ഇട, തരാ ലൈറ്റ് ഇട. നീ ഇതെന്ത് മുടിയൊക്കെ വലിച്ചു പറിച്ചിട്ടേക്കുന്ന അച്ചു? മുടിയൊക്കെ ഒന്ന് ഒതുക്കി വെച്ചേ. കഴിച്ചോ നീയാ? എടാ അടിയ ലൈറ്റ് ഇട്ടേ. എടി, നീ നിൽക്കുന്നിടത്ത് ലൈറ്റ് ഇടാൻ. TV സൗണ്ട് വെക്കല്ലേ കാണാ. ഇനി ഇങ്ങ് വന്നേടി, എന്നാ സംഭവം എന്ന് കേക്കട്ടെ. വീണ്ടും കണ്ണന്റെ ലവ് ലെറ്റർ വന്നുകൊണ്ടിരിക്കുന്നു. അച്ഛനത് വായിക്കാനുള്ളൊരു ഉത്സാഹം കണ്ടോ?
കഴിഞ്ഞ ദിവസം ഞാൻ ലെറ്റർ എഴുതി കൃപചേച്ചിയുടെ കൈ കൊടുത്തു വിട്ടിരുന്നു. അത് ചേട്ടൻ വായിച്ചില്ല എന്ന് ചേച്ചി പറഞ്ഞു. അന്ന് ഞാൻ അതിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതൊക്കെ ഞാൻ ഒരു ഫീല് എഴുതിയതായിരുന്നു. ഇനി അങ്ങനെ ഒന്നും എഴുതാൻ പറ്റില്ല. ഒറ്റ വാക്കിൽ കാര്യം പറയാനെങ്കിൽ എനിക്ക് ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് നേരിട്ട് പറയാനുള്ള കോൺഫിഡൻസ് എനിക്കില്ല. അതുകൊണ്ടാണ് കൃപചേച്ചിയുടെ കയ്യിൽ കൊടുത്തു വിട്ടത്. ഇതിനുള്ള മറുപടി ചേട്ടൻ കൃപചേച്ചിയോട് പറഞ്ഞാൽ മതി. അത് യെസ് ആയാലും നോ ആയാലും ഇതിൻ്റെ മറുപടി അറിഞ്ഞിട്ട് വേണം എനിക്ക് ചേട്ടൻ്റെ മുമ്പിൽ കോൺഫിഡൻസ് ആയി വന്ന് നിൽക്കാൻ. എന്ന് സ്വന്തം അജ്ഞാതകുമാരി, അല്ല അജ്ഞാത കാമുകി. സന്തോഷമായോ? ഇല്ല, ഇല്ലേ? ഞാൻ അവൾക്ക് മെസ്സേജ്. ആർക്ക്? കൃപയ്ക്ക്. 7ാണ്. ഇത് 8ാം ക്ലാസ്സിൽ എങ്ങോട്ട് പഠിക്കുന്ന കൊച്ചാന്ന് പറയുന്നത് കേട്ടു. അതേ ഇവരെ പ്രേമിക്കുന്നുള്ളൂ. ബാക്കിയുള്ളതിനെ ഇവരെ അറിയാം. കൃപയോട് ചോദിച്ച കൃപയോട് ഇതേതാ ഈ കൊച്ചത്? ശരിക്കും ഉള്ളതാണോ കണ്ണ? ഇപ്പൊ ആരും വായിച്ചിട്ടില്ല. സ്കൂള് മൊത്തം വായിക്കുന്നുണ്ടല്ലോ ഈ ലെറ്റർ. നീ വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ഇത് ഏത് കൊച്ചാ ഇത്? നിന്നെ ഒന്നെങ്കിൽ ആരോ ശരിക്കും പറ്റിക്കുവാണ്. ഇത്രയും ആവശ്യമില്ലാതെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ച്. അവളോട് പറ പഠിത്തം നിർത്തിച്ച് വല്ല ബ്രോക്കർ പണിക്കും പോകാൻ പറ. അതാ നല്ലത് കേട്ടോ. ഉമ്മ അന്ന് തന്നെ ഞാൻ അവളോട് പറഞ്ഞു, ഇനി ആവശ്യമില്ലാത്ത പണിക്ക് പോവല്ലേ, ഇവനെ ചുമ്മാ നീ എന്ത് വേണേ ചെയ്തു. ഇവന്റെ 10ാം ക്ലാസ് ആണ്. ആവശ്യമില്ലാത്ത ഒരു കാര്യം മനസ്സിൽ വന്നേക്കല്ലേ പറഞ്ഞേക്കാം. ഇത് തമാശ ആണേലും സീരിയസ് ആണേലും. എന്നാതിന് പുഴുങ്ങി തിന്നാനോ? എനിക്ക് അമ്മയ്ക്കേ പറ്റത്തില്ല. അമ്മയോട് പറഞ്ഞ ആദ്യം തന്നെ. അമ്മ ചോദിക്കാൻ അമ്മ ഇടപെടാത്തോണ്ടാ ഇങ്ങനെ. എന്റെ അച്ഛൻ ഇതൊക്കെ ചുമ്മാ പഠിക്കുന്ന സമയത്ത് വളരെ തമാശകളാണ്. അല്ലാതെ ഇത് നീ ആരെയും പ്രേമിച്ചിട്ടില്ല എന്നും പറഞ്ഞിട്ട് വേറെ ആർക്കും ആരെയും അച്ഛന് ആരെങ്കിലും പ്രേമിക്കുന്നത് കാണുന്നേ ഇഷ്ടമല്ല. അവളോട്ട് പ്രേമിക്കുക അതുമില്ല. നിനക്കില്ലെന്നും പറഞ്ഞ അവൻ പ്രേമിക്കുന്നതിന് എന്നെ കുഴപ്പം? അത്രയും വർഷം ഞാൻ ആ സ്കൂളിൽ പോയി. ഒരു പ്രേമാഗ്രഹം ഇല്ല. അത് ഞങ്ങളുടെ കുഴപ്പമല്ല. ഞങ്ങൾ തെറ്റ്. വീട്ടിലുള്ള എല്ലാരും പ്രേമിച്ചിട്ടുണ്ട്. അമ്മ പ്രേമിച്ചിട്ടുണ്ട്, അച്ഛൻ പ്രേമിച്ചിട്ടുണ്ട്, ഇവൻ പ്രേമിച്ചിട്ടുണ്ട്. ഞാൻ മാത്രമോട്ട് പ്രേമിക്കാറില്ല. അപ്പൊ മോൻ നല്ല കുഞ്ഞായിട്ട് വളർന്നു. പ്രേമിക്കുന്നവരെല്ലാം ചീത്തയെന്നല്ല കേട്ടോ. എന്നിട്ട് ഇവരൊന്നും പറയത്തില്ല. ഇവൻ പ്രേമിച്ചോ പ്രേമിച്ചോ കുഴപ്പമില്ല. എന്റെ അച്ഛൻ അവൻ അറിയത്ത പോലും ഇല്ല ഇത് ആരാന്ന്. പിന്നെ എന്നെ നീ അവനെ ഇട്ട് ഇതുപോലെ വഴക്ക് പറഞ്ഞു. ഇത് പോട്ടെ, ഇതിന് മുമ്പത്തെ എന്ത് വരുന്നു? അതൊക്കെ ചുമ്മാ പഠിക്കുന്നത്. പിന്നെ ആ പെണ്ണെന്നിട്ട് എന്നെ കാണാൻ ഞാൻ മര്യാദയ്ക്ക് അവിടെ സ്കൂളിൽ നിൽക്കും. ഉടനെ ആ പെണ്ണ് അവിടെ നിന്നിട്ട് എന്നെ കുറെ കോപ്രായം കാണിച്ചത് ഞാൻ പോയി ചോദിച്ചു അവരോട് എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അതോടെ ഞാനാണ് അത് കളഞ്ഞത്. അതിന് മുമ്പ് ഒരെണ്ണം അതെന്ത് വരുന്നു? അതിന് മുമ്പത്തെ MS തന്നെ പഠിക്കുന്ന ആ പെണ്ണ് പിന്നെ എന്റെ മുഖത്തോട്ട് പോലും പിന്നെ നോക്കിയിട്ടില്ല. അറിയോ? ഇതൊന്നും അറിയാതിരിക്കുന്ന ഒരാളെ കണ്ടോ? ഈ സംഭവങ്ങൾ ഇവിടെ സംസാരിക്കുന്ന പോലും ഒന്നും അറിയുന്നില്ല. ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞിരിക്കുന്നത് കണ്ടോ? എല്ലാം കൊണ്ടുവന്ന് ഞങ്ങളുടെ തരും. എന്നിട്ട് അവനൊന്നും അറിയത്തിനെ പോലെ ഇരിക്കും. അത് ഞാൻ അറിഞ്ഞായിരുന്നു. അത് പ്രപ്പോസ് ചെയ്തല്ല. അത് പ്രപ്പോസ് ചെയ്തല്ലടി. അവര് വേറെ സംഭവം ഒപ്പിച്ച. ഞാൻ അറിഞ്ഞ സംഭവം. അത് പോട്ടെ, കൊച്ചിന്റെ ഇഷ്ടമല്ലേ പറഞ്ഞത്. പോട്ടെ, മതിയായോ? നീ വായിച്ചില്ലേ? അത് എഴുത്ത് വായിക്കുന്ന കണ്ണന്റെ മുഖത്തെ ഫീലിങ്സ് കണ്ടോ? പഠിക്കുന്ന പുസ്തകം ഇത്രയും കാര്യമായിട്ട് നീ വായിക്കാറുണ്ടോടാ? കണ്ട ഫീലിംഗ് എന്നൊക്കെ പറയാൻ കണ്ണന്റെ ഉള്ളിൽ ലഡു പൊട്ടുന്നു.
മുഖത്തെ സന്തോഷം നീ ഞാൻ അത് കണ്ടു. വായിച്ച പിന്നെ നീ എങ്ങോട്ടൊക്കെ നീ കൊണ്ടുപോകാ പോട്ടെ. എന്നാ തീരുമാനിച്ചു? ഏ ഏ എങ്ങനെ അവള് വരുമല്ലോ, മനസ്സിലായോ? ആരാന്നറിയാൻ പറ്റില്ല. ഞാൻ പറയുന്നത് ഇഷ്ടമാന്ന് പറയും. അന്നേരം ആള് വരുമല്ലോ, കോൺഫിഡന്റ് വരുമല്ലോ. അന്നേരം ഞാൻ പറയും എന്ത് പ്രശ്നം ചോദിക്കും. അത് നാളെ കാണണ്ടേ. കണ്ണ് നിനക്ക് ഇഷ്ടപ്പെട്ട ഒന്നും പറയത്തില്ല, പഠിക്കണം. ഇങ്ങോട്ട് ചേർക്കണം, അങ്ങോട്ട് പോ. എൻ്റെ സായന്ത് ചേട്ടാ, ചേട്ടൻ ഈ വർഷം 10ല ഓണപ്പരീക്ഷ ഇങ്ങി അടുത്തു കേട്ടോ. ഇതുവരെ ഒരു പുസ്തകമില്ല, പുസ്തകം ഇത്ര നീ ഈ ലെറ്റർ വായിച്ചതിൻ്റെ പകുതി ഉത്സാഹത്തിൽ ഒരൊറ്റ നോട്ട് വായിക്കുന്ന ഞാൻ കണ്ടിട്ടില്ലല്ലോടാ. ഇത്രയും ആത്മാർത്ഥമായിട്ട്. നേരെ ഇരിക്കണ്ണ. അച്ചു ബാ നമുക്ക് വല്ലതും കഴിക്കാം, അവൻ കഴിച്ചിട്ടൊക്കെ വന്നതാ. എനിക്ക് വല്ലതും തിന്നാൻ തരുമോ? ബാ എനിക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടോ? അവൻ നമ്മുടെ ഒക്കത്തോട്ട് കയറിയിരിക്കാം, നമ്മൾ എളി വെച്ചോണ്ട് പോയി വാരിത്തരാം. വാ. നമ്മുടെ മാവയിലെ മാങ്ങ ഇന്ന് പറിക്കാൻ പോണേ. എല്ലായിടത്തും മാങ്ങയൊക്കെ തീർന്ന് ഇവിടുത്തെ മാവ് തളിർത്ത് തുടങ്ങി കേട്ടോ. അന്നേരമാണ് ഞങ്ങൾ ഞങ്ങളുടെ മാവയിലെ മാങ്ങയൊക്കെ പറിക്കുന്നത്. അപ്പം അച്ചു അച്ചാറിടാൻ വേണ്ടിയാണ് ഇതൊക്കെ നിർത്തിയിരുന്നത്. അച്ചു ഇനി മാങ്ങയെല്ലാം പറിക്കുക. കറ മേത്ത് പറ്റല്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വലുതെല്ലാം പറിച്ചോട്ടെ, ചെറുത് കിടക്കട്ടെ. ആണ് നിൻ്റെ ഉടുപ്പയിലിട്ട് വീഴുന്ന കറ. അപ്പം അത് 2-4 മാങ്ങ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ അത് പറിച്ചങ്ങ് കറി വെക്കാമെന്ന്, അല്ല അച്ചാറിടാന്ന് ഓർത്തുകൊണ്ടാണ്. ഇതിൽ തൊലിക്ക് ഇച്ചിരി കട്ടിയുണ്ട്, എന്നാലും കുഴപ്പമില്ല കേട്ടോ, നല്ല മാങ്ങയാണ്. അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മൂക്കട പൈൻ്റിടയ്ക്ക് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം ഞങ്ങൾ ഇന്ന് മാങ്ങയൊക്കെ പറിച്ച് ഇന്ന് അച്ചാറിടുവോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല, എന്നാലും അരിഞ്ഞു വെക്കും. ഞാൻ ഇതിനൊരു പാത്രം എടുക്കാൻ പറഞ്ഞത്. തറ വെച്ചോ, കുഴപ്പമില്ല. വേണ്ട, അതാ പറഞ്ഞ പതിയെ ഒടിച്ചൊടിച്ചെടുക്കണം, കറയാട്ടോ മേലിതാകും. അതാ പാത്രം എടുത്തുകൊണ്ട് വരാൻ ആദ്യം ഞാൻ പറഞ്ഞത്. എന്നാടാ പരിപാടി ഫോണിനകത്ത്? മറ്റേ ലെറ്ററിന്റെ കണ്ടുപിടിച്ച് ഞാൻ അന്നേരം പറഞ്ഞല്ല, എന്തോ ഇത് കള്ളത്തരവാ, എനിക്ക് വിശ്വാസമില്ല പറഞ്ഞല്ല. ഞാൻ എന്ത് ചെയ്തു, അച്ചുവിന്റെ ഇവളുടെ അക്കൗണ്ടിൽ കയറി മെസ്സേജ് ഇട്ട് അവളത് പറഞ്ഞു. അന്നേരം അവളത് വിശ്വസിച്ചിട്ട് അവള് പറഞ്ഞ പ്രാങ്ക് ചുമ്മാ ചെയ്തതെന്നൊക്കെ പറഞ്ഞു. ഇത് എല്ലാം കഴിഞ്ഞ് ഞാൻ എന്റെ അക്കൗണ്ടിൽ കയറിയിട്ട് മെസ്സേജ് ഇട്ട് പറഞ്ഞു ഞാൻ ആ മെസ്സേജ് ഇട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞു എന്നെ പരിപാടി കാണിച്ച് ഞങ്ങൾ ഇച്ചൂടെ ചെയ്യാൻ വേണ്ടിയൊക്കെ ഇരുന്നതൊക്കെ പറഞ്ഞ് മെസ്സേജ് ഇട്ടു. ഞാൻ പറഞ്ഞു ആരെഴുതിയെന്ന് ചോദിച്ചു. എന്നിട്ട് അവള് പറഞ്ഞ അവളുടെ ഫ്രണ്ട് എഴുതി, ഇങ്ങനെ എഴുതിയാണോ എന്തായാലും കൊള്ളാരെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വിശ്വസിച്ചില്ലായിരുന്നു, എനിക്ക് അപ്പൊ തന്നെ അറിയാമായിരുന്നതൊക്കെ പറഞ്ഞു. അവര് ചുമ്മാ പ്രായതാ ജസ്റ്റ് ഫണ്ട് ചെയ്താന്ന് പറഞ്ഞു. ഞാൻ പേടിച്ചോ ചോദിച്ചു ചേച്ചി മെസ്സേജ് ഇട്ടപ്പോ. ഞാൻ പറഞ്ഞു അല്ല പക്ഷേ അവള് പറഞ്ഞ് ചെറുതായിട്ട് പേടിച്ചത്. പിന്നെ പിന്നെ ഇവളാണ് നല്ല കൂട്ടായിട്ട് കുഴപ്പമില്ലാത്ത കമ്പനി ആയിട്ട് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു ഞാൻ മെസ്സേജ് ഇട്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇനി ഇങ്ങനത്തെ ചെയ്യണ്ടെന്ന് പറഞ്ഞു. ഇവളുമാർക്കൊന്നും പഠിക്കാൻ നേരമില്ലേ? 10ലല്ലേ ഇവളൊക്കെ? അല്ല 9. അവർ 9ലാണോ? ഇതിന്റെ പുറകെ ആയിരുന്നു മോൻ അല്ലേ? എനിക്കറിയാലോ. അപ്പൊ നിനക്ക് ശരിക്കും ലവ് ലെറ്റർ ഇട്ടാ നീ ഞങ്ങളെ കൊണ്ട് തരത്തില്ലേ? ഇത് തമാശ പറഞ്ഞിട്ടുണ്ടല്ലേ നീ ഞങ്ങളെ? ശരിക്കും എനിക്ക് ചെറുതായിട്ടുള്ളൊരു, പക്ഷെ എനിക്ക് കൂടുതലും ശരിക്കും എനിക്ക് അറിയാം, ശരിയല്ല എനിക്കറിയായിരുന്നു. എന്നാലും കൊള്ളാലോ ഇവൾമാർ, ഇത്രയും ലെറ്ററൊക്കെ എഴുതാൻ മിടുക്കുകളാണെങ്കിൽ ഇവൾമാർ എത്ര പേർക്ക് ലെറ്റർ കൊടുത്തു കാണും നീ അറിയണം. അപ്പൊ കണ്ണന്റെ ലവ് ലെറ്ററിന്റെ രഹസ്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞല്ലോ അല്ലേ? അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെയായിരുന്നു. നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ.